നമസ്കാരം. വൈകുണ്ഠ ജ്യോതിഷാലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വൈശാഖ്. നമ്മൾക്ക് കുറച്ച് നാളു മുമ്പ് സെപ്റ്റംബർ 18 ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു നല്ല രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് ചില രാശിക്കാർക്കാണ് ഉണ്ടായിട്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ രാശിയാണ് ഞാനിവിടെ പറയുന്നത്. അത് മേഢ രാശിയാണ്. ഇത് ഈ വീഡിയോ കുറച്ച് ലെങ്തായ കാരണം കൊണ്ട് ഒരു 3 ഘട്ടമായിട്ടായിരിക്കും ഇത് ഇറക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾക്ക് സംസാരിക്കാനുള്ളത് മേഢ രാശിയാണ്. മേഢ രാശി എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക, കാല് എന്ന് പറയുന്ന നക്ഷത്രങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ഈ വരുന്നതായിട്ടുള്ള നക്ഷത്രങ്ങളിലാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. ഈ ശുക്രൻ്റെ ഒരു ഗോചരപ്രകാരം അല്ലെങ്കിൽ രാശി മാറ്റപ്രകാരം ശുക്രൻ ഇപ്പോൾ സ്വക്ഷേത്ര ബലവാനായിട്ടാണ്. അതായത് സെപ്റ്റംബർ 18 മുതൽ ഒക്ടോബർ 18 വരെയാണ് ആ ഒരു കാലയളവ്. ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം സമയം യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതിയിലേക്കുള്ളൊരു ജീവിതം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ കുറച്ച് ദിവസങ്ങൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് പല ആൾക്കാരുകളും പല പ്രശ്നങ്ങളുമായി സംസാരിച്ചിട്ട് വരാറുണ്ട്. ഒന്നാമത് പ്രധാനപ്പെട്ടതായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് വിവാഹ ദാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. വിവാഹം എന്തുകൊണ്ടാണ് നടക്കാത്തത്, അല്ലെങ്കിൽ വിവാഹം എന്താണ് വൈകുന്നത്, അല്ലെങ്കിൽ വിവാഹം കഴിയുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആൾക്കാർ വരുന്നത്. 10, 34, 35, 36 വയസ്സോ അല്ലെങ്കിൽ 40 വയസ്സായിട്ടും ചില ആൾക്കാർക്ക് വിവാഹങ്ങളൊന്നും നടക്കാറില്ല. അപ്പോൾ അത് കറക്റ്റ് സമയത്ത് നമ്മൾ അതിനു വേണ്ടി ആലോചിച്ചിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതിപ്പോൾ വിവാഹ കാര്യങ്ങളിൽ മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യങ്ങളും, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും. പക്ഷേ ഈ നക്ഷത്രക്കാർക്ക് അശ്വതി, ഭരണി, കാർത്തിക, കാല് എന്ന് പറയുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വിവാഹത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണ്. കാരണം വയസ്സ് കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നടക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെയാണ് പല ദാമ്പത്യ ജീവിതത്തിലും വിള്ളൽ വീണിട്ടുണ്ടാകും. വിള്ളൽ എന്ന് പറയുമ്പോൾ തല്ലുപിടുത്തം, ആവശ്യമില്ലാത്തതായിട്ടുള്ള സംഘർഷങ്ങൾ, കാര്യങ്ങൾ, അത് മൂലം കുറേ പേര് ഡിപ്രഷനോ കാര്യങ്ങളിൽ ഈ ജോലി കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്തതായിട്ടുള്ളൊരു അവസ്ഥയില്ല. ആ ഒരു ആൾക്കാർക്ക് പറ്റിയ ഒരു സമയമാണ്. കാരണം ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ ആ പാർട്ട്നേഴ്സ് അത് വേറെ രീതിയിലായിട്ട് എടുക്കുന്നു. സൗമ്യമായിട്ട് സംസാരിച്ചാലും വേറെ രീതിയിൽ കൊണ്ട് സംസാരിച്ചാലും ഈ പറയുന്ന പാർട്ട്നേഴ്സ് വേറെ രീതിയിലായിരിക്കും എടുക്കുന്നത്. പക്ഷേ ഈ ഒരു നാളുകൾ, ഈ പറയുന്നതായിട്ടുള്ള ദിവസങ്ങളിൽ ഈ പറയുന്ന അശ്വതി, ഭരണി, കാർത്തികക്കാല് എന്ന് പറയുന്ന നക്ഷത്രക്കാർക്ക് ഈ സമയങ്ങളിൽ വളരെ രസകരമായിട്ട് ഒത്തുതീർക്കാൻ പറ്റുന്ന, ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഈ പറയുന്നതായിട്ടുള്ള ശുക്രൻ്റെ മാറ്റത്തിലുള്ളത്. വേറെ ചിലർ വരാറുണ്ട് ഈ പറയുന്ന രീതിയിൽ. കോടതിയിലെ കേസ് കുറേ നാള് പിന്നാലെ നടന്നിട്ടും പോലും വിജയം അങ്ങോട്ട് കൈവരിക്കുന്നില്ല, അല്ലെങ്കിൽ കേസ് അവിടെ തന്നെ നിൽക്കുന്നു, ഒരു നീക്കുപോക്കുകളില്ല എന്ന് പറഞ്ഞിട്ട്, സ്ഥലത്തിൻ്റെതായിട്ടുള്ള സംഘർഷങ്ങളായാലും അങ്ങനെ കുറേയധികം കേസുകൾ. അതിൽ ഈ പറയുന്ന ശുക്രൻ ബലവാനായിട്ട് നിൽക്കുന്നത്, സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നത് കാരണം കൊണ്ട് ഇവർക്ക് ഈ പറയുന്ന കേസുകളും കാര്യങ്ങളൊക്കെ വളരെയധികം സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദിവസങ്ങൾ, ഈ നക്ഷത്രക്കാർക്ക് ഈ ദിവസങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള വിജയങ്ങൾ നേടും. അത് ഉറപ്പുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം യഥാവിധി സമയങ്ങളിൽ യഥാവിധി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിന് വേണ്ടിയിട്ടുള്ള റിസൾട്ട് നമുക്ക് വരുള്ളൂ.
അതുപോലെ തന്നെ പല പല കാര്യസാധ്യങ്ങൾ, ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ കാര്യസാധ്യം നടക്കാൻ വേണ്ടിയിട്ട്, കാര്യസാധ്യത്തിന് പ്രത്യേകിച്ച് പൂജകളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അത് നമ്മളുടേതായിട്ടുള്ള ദുരിതങ്ങൾ തീർന്നു പോകുമ്പോൾ നമ്മളുടെ കാര്യങ്ങൾ സമയങ്ങളിൽ നടക്കും. പക്ഷേ ഈ ദിവസങ്ങളിൽ ഈ മേടരാശിക്കാർക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സാധിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ നിങ്ങൾക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടിക്കാരണല്ലോ, അല്ലെങ്കിൽ മനസ്സിലായി കാണുമല്ലോ. കാരണം എന്ന് വെച്ചാൽ ഈ ദിവസങ്ങൾ ഈ നക്ഷത്രക്കാർ വേണ്ട രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലം കണ്ടിരിക്കും. ഇനി അടുത്ത വീഡിയോയിൽ ഇപ്പോൾ മേടരാശിക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ ഈ പറയുന്ന കുറേ ആൾക്കാർക്ക് ധനപരമായിട്ടും അതുപോലെ കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ശരി, നമസ്കാരം.